കടലിൽ അകപ്പെട്ട വള്ളവും തൊഴിലാളികളെയും ഹാർബറിൽ എത്തിച്ചു. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘമാണ് രക്ഷകരായത്. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ വാസുദേവം എന്ന ഇൻബോർഡ് വള്ളത്തിന്റെ എഞ്ചിൻ നിലച്ച് വള്ളവും തൊഴിലാളികളും കടലിൽ കുടുങ്ങുകയായിരുന്നു. കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു. കടലിൽ 10 നോട്ടിക്കൽ മൈൽ അകലെ പൊക്കളായി വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എഞ്ചിൻ നിലച്ച് കുടുങ്ങിയ എറിയാട് സ്വദേശി കിഴക്കേ വീട്ടിൽ ബാഹുലേയന്റെ ഉടമസ്ഥതയിലുള്ള വാസുദേവം എന്ന ഇൻബോർഡ് വള്ളവും അഴീക്കോട് സ്വദേശികളായ 47 മത്സ്യത്തൊഴിലാളികളുമാണ് ശക്തമായ തിരമാലയിലും കാറ്റിലും പെട്ടത്. ഇവരെയാണ് ഫിഷറീസ് സംഘം കരയിലേക്ക് എത്തിച്ചത്. രാവിലെ 10 മണിയോടുകൂടിയാണ് വള്ളവും തൊഴിലാളികളും കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത്. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നിർദ്ദേശമനുസരിച്ച് മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ ഷിനിൽകുമാർ, പ്രശാന്ത് കുമാർ, ഷൈബു, റെസ്ക്യൂ ഗാർഡുമാരായ പ്രമോദ്, അൻസാർ, സ്രാങ്ക്, ദേവസി എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മത്സ്യബന്ധന യാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന മത്സ്യബന്ധന യാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുകൊണ്ടുമാണ് കടലിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നതെന്ന് അധികൃതർ പറഞ്ഞു.